അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ മധ്യസ്ഥ ചർച്ച വഴിമുട്ടിയതായാണ് റിപ്പോർട്ടുകൾ. മധ്യസ്ഥത വഹിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമം പരാജയപ്പെട്ടു. ചർച്ചയിൽ നിന്ന് ഇറാൻ പിന്മാറിയതായി ഇറാൻ വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വെടിനിർത്തലിനായി പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ നടന്ന ശ്രമങ്ങൾ ഒരു വഴിത്തിരിവും ഉണ്ടാക്കിയില്ല. വരും ദിവസങ്ങളിൽ ചർച്ചകൾക്കായി ഇസ്ലാമാബാദിലേക്ക് ഉദ്യോഗസ്ഥരെ അയക്കാൻ തയ്യാറല്ലെന്ന് ടെഹ്റാൻ വൃത്തങ്ങൾ ഔദ്യോഗികമായി അറിയിച്ചതായാണ് വിവരം. അമേരിക്ക മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കാനാകില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. നിലവിൽ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണവും സുരക്ഷയുമാണ് ഇരു രാജ്യങ്ങളുടെയും പ്രധാന തർക്കവിഷയം. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നു നൽകിയാൽ വെടിനിർത്തൽ പരിഗണിക്കാമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ ഇത് അംഗീകരിക്കാൻ ഇറാൻ തയ്യാറായിട്ടില്ല. അതേസമയം പശ്ചിമേഷ്യയിലെ സംഘർഷം അയവില്ലാതെ തുടരുകയാണ്. ഇറാന് മുകളിൽ വെച്ച് അമേരിക്കയുടെ 2 യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന അവകാശവാദവുമായി ഇറാൻ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് അറിയിച്ചു. ഒരു F-15E യുദ്ധവിമാനവും ഒരു F-35 യുദ്ധവിമാനവുമാണ് വെടിവെച്ചിട്ടതെന്ന് ഇറാൻ വൃത്തങ്ങളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തെ തുടർന്ന് വിമാനം തകരുന്നതിന് മുൻപ് പൈലറ്റുമാർ പുറത്തേക്ക് ചാടിയതായാണ് റിപ്പോർട്ടുകൾ. വിമാനത്തിൽ നിന്ന് പൈലറ്റുമാർ പാരച്യൂട്ട് ഉപയോഗിച്ച് പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടതായും ഇത്തരത്തിൽ രക്ഷപ്പെട്ട US പൈലറ്റുമാർക്കായി ഇറാൻ സൈന്യവും ജനങ്ങളും തിരച്ചിൽ നടത്തി വരികയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇറാനിൽ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ ട്രംപിന്റെ അവകാശവാദങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. സൈനിക മേൽക്കോയ്മ അമേരിക്കയ്ക്കുണ്ടെന്ന അവകാശവാദത്തിനിടയിൽ ഉണ്ടാകുന്ന ഇത്തരം നഷ്ടങ്ങൾ ഭരണകൂടത്തിനെതിരെ കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. യുദ്ധച്ചെലവും തന്ത്രപരമായ വിജയവുമെല്ലാം സംബന്ധിച്ചുള്ള ആശങ്കകൾ ശക്തമാവുന്നുണ്ട്. ചർച്ചകൾ തകർന്നതും യുദ്ധഭൂമിയിൽ പുതിയ നഷ്ടവാർത്തകളും ഒരുമിച്ച് വന്നിരിക്കുന്ന ഈ ഘട്ടം US-നും ഇറാനുമിടയിലെ സംഘർഷം ഇനി നിയന്ത്രണാതീതമായ ദിശയിലേക്ക് നീങ്ങുകയാണെന്ന മുന്നറിയിപ്പായി മാറുകയാണ്. ഹോർമുസ് കടലിടുക്ക് പോലുള്ള ആഗോള ജീവരേഖ തന്നെ ചർച്ചയുടെ കേന്ദ്രമായി മാറിയിരിക്കുമ്പോൾ ഒരു ചെറിയ തന്ത്രപരമായ തെറ്റുപോലും വലിയ അന്താരാഷ്ട്ര പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കാം. സൈനിക മേൽക്കോയ്മയെ കുറിച്ചുള്ള അവകാശവാദങ്ങൾക്കിടെ യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെടുന്നത് പോലുള്ള സംഭവങ്ങൾ ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തിനും വലിയ സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. അതേസമയം തങ്ങളുടെ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന സന്ദേശം നൽകുന്ന ഇറാൻ യുദ്ധം നീണ്ടു നിൽക്കാനും അതിന്റെ സാമ്പത്തിക രാഷ്ട്രീയ വില ലോകം മുഴുവൻ അടയ്ക്കാനും തയ്യാറാണെന്ന സൂചനയാണ് നൽകുന്നത്. നയതന്ത്ര വഴികൾ അടഞ്ഞു പോകുമ്പോൾ യുദ്ധം മാത്രമാണ് സംസാരിക്കുന്നത്. അതിന്റെ ശബ്ദം മിഡിൽ ഈസ്റ്റിൽ മാത്രം ഒതുങ്ങില്ല. ആഗോള സമ്പദ് വ്യവസ്ഥയെയും ഊർജ്ജ വിപണിയെയും അന്താരാഷ്ട്ര സുരക്ഷാക്രമത്തെയും അടിമുടി കുലുക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ലോകം മുഴുവൻ ശ്വാസം പിടിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ സംഘർഷം അടുത്ത ഏതാനും ദിവസങ്ങളിൽ ചരിത്രം മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ബാക്കി നമുക്ക് കാത്തിരുന്ന് കാണാം.